എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പുൽക്കൂട് ഉണ്ടാക്കിയപ്പോഴൊക്കെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അതിസുന്ദരനായ ഒരു ഒരു കുഞ്ഞ് പൈതല് പിറന്നില്ലേ? എല്ലാവർക്കും കാലിത്തൊഴുത്തിൽ പിറന്നു. അതായത് മാതാവ് പ്രസവിക്കാൻ ഇടയില്ലാതെ അവര് ഓടിയ ഓട്ടം അവസാനം പുൽത്തൊഴുത്തില് ആടുകൾ മേയുന്നതും എന്നാ പറയാ പശു മേയുന്നതുമായ വലിയ ഉൾക്കാട്ടിൽ പോയിട്ട് മറിയം കുഞ്ഞ് ഉണ്ണിമിശിഹായെ പ്രസവിക്കുന്നില്ലേ? അങ്ങനെ ഒരമ്മമാർക്കും ആ ഗതി വന്നിട്ടില്ല. ഉണ്ണിയായ പൈതലിനെ കയ്യിലെടുത്തത് മുതൽ അവസാനം വരെ ആ അമ്മ കണ്ണീര് മാത്രത്തിലാണ് മുന്നോട്ട് ജീവിച്ചത്. ഒരമ്മമാരും അങ്ങനെ സഹിച്ചിട്ടുണ്ടാവില്ല മക്കൾക്ക് വേണ്ടി. അപ്പം ഈ ഉണ്ണി ഈ ഉണ്ണിനെ കാണാതാവുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന വേദന, നമ്മുടെ മക്കളെ പറഞ്ഞാൽ കേൾക്കാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന. അപ്പോൾ ഈ ഉണ്ണിമിശിഹായെ ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ നല്ലവരായി വളർത്തുക, മുന്നോട്ടും നല്ല രീതിയിൽ വളർത്തണം. അല്ലാതെ നമ്മൾ തല്ലിക്കൊന്ന് കളയുവോ വെള്ളത്തിൽ കെട്ടിത്തൂക്കോ വെള്ളത്തിൽ മുക്കി കൊല്ലുവോ കെട്ടിത്തൂക്കോ ഒന്നും അല്ല ചെയ്യേണ്ടത്. നമ്മുടെ മക്കളെന്ന് പറയുന്നത് നമ്മുടെ എല്ലാമാണ് ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ കണ്ടോ നമ്മുടെ ഉണ്ണി ചിരിക്കുന്ന കണ്ടോ അത് പറയുമ്പോൾ? അപ്പം നിങ്ങളിത് കേൾക്കുക. കണ്ടോ ഉണ്ണി മിശിഹ ചിരിക്കുന്ന കണ്ടോ? നല്ല ചിരി ചിരിക്കുക. അപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരെ എന്നാ പറയുക നല്ല ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയി അവരെ നല്ല രീതിയിൽ വളർത്തണം. കാരണവന്മാരായാൽ നമ്മളവരെ വളർത്തേണ്ടതുണ്ട്. നമുക്ക് കടമകളുണ്ട്. ഈ ഉണ്ണിമിശിഹ നമുക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ പിറന്നു. അവസാനം കുരിശുമരണത്തിൽ പെടുകയാണ് ഇല്ലേ? അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ ചെയ്ത പാവത്തിന് വേണ്ടിയിട്ട്, മനുഷ്യർ ചെയ്തു കൂട്ടിയ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യൻ കുരിശിൽ മരിക്കേണ്ട ഗതിയാണ് വരുന്നത് ഇല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ കഞ്ചാവും മയക്കുമരുന്നും എന്തുവാന്ന് പറയാൻ പറ്റില്ല. ഇവരോർക്കുന്ന അതാ ലോകമെന്ന്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ കുഞ്ഞുങ്ങളുടെ ഒക്കെ ജീവിതം എവിടെ നിൽക്കുമെന്നൊന്നും അറിയില്ല. കൂടിപ്പോയ 5 കൊല്ലം അല്ലെ 10 കൊല്ലം, അതിൽ കൂടുതലൊന്നും അവർ പോവില്ല. അപ്പോഴത്തേക്കും അവരുടെ കിഡ്നിയും കരളും ഒക്കെ അടിച്ചു പോയിട്ടുണ്ടാവും. ഇപ്പം മിക്ക പിള്ളേരും നമ്മൾ കാണുന്നതാണ്, പെൺപിള്ളേർ ഉൾപ്പെടെ ആൺപിള്ളേർ ഉൾപ്പെടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഈ മക്കൾ പോകുമ്പോൾ നമ്മൾ എങ്ങോട്ടാണെന്ന് തിരക്കേണ്ടതുണ്ട്. ഈ മക്കൾ ജോലിക്കാണെന്നോ അല്ലെ ക്ലാസ്സിനാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ നമ്മൾ കാരണവന്മാരത് തിരക്കില്ല. അവർ യാത്ര ചെയ്യുന്നത് അവർ രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കുന്നു, കള്ളു കുടിക്കുന്നു, മയക്കുമരുന്നിൽ പെടുന്നു, സ്നേഹബന്ധങ്ങളിൽ കുടുങ്ങിയിട്ട് അവസാനം അവർ മയക്കുമരുന്നിൽ അഭയം തേടുന്നു. ചതിയുടെയും വഞ്ചനയുടെയും ആയിട്ടൊരു രോഗമാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. പഴയ കാലത്തെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് പുറത്തൊരു 5 മണി ആയി കഴിഞ്ഞാൽ അവർ വീട്ടിനുള്ളിൽ കയറിക്കോണം അല്ലേ? അങ്ങനെയാണ് കാരണവന്മാർ വളർത്തുന്നത്. അപ്പം ഞാൻ ഈ പുൽക്കൂട് ഇന്നലെ നല്ലപോലെ രാത്രി നിങ്ങളെ കാണിച്ചത്. ഇപ്പം ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കിയ പുൽക്കൂടാണ്. അപ്പം നിങ്ങളിത് കാണുക, ഷെയർ ചെയ്യുക. അപ്പം അതിൻ്റെ കൂടെ എനിക്കൊരു ഐഡിയ തോന്നി. അപ്പം നമുക്ക് വേണ്ടി ഈ ഉണ്ണീശോ പിറന്നു ഇല്ലേ? ഈ ഉണ്ണീശോ പിറന്ന് ഇതാ കിടക്കുന്നു ഉണ്ണിക്കുട്ടൻ ഇതാ കിടക്കുന്നു. അപ്പം ഈ ഉണ്ണീശോ പിറന്നിട്ട് നമുക്ക് വേണ്ടി അവസാനം കുരിശുമരണത്തിലാണ് എത്തുന്നത് ഇല്ലേ? കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ. അപ്പൊ ഈ ഉണ്ണിമിശിഹ എനിക്ക് തോന്നി നമുക്ക് വേണ്ടി ആ ഉണ്ണിമിശിഹായെ ക്രൂശിലേറ്റിയ ഒരു രൂപം. ഈ കിടക്കുന്ന ഉണ്ണി ഇല്ലേ? ഈ കിടക്കുന്ന ഉണ്ണി. ഇപ്പം ഞാൻ ഈ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കലാകാരിയല്ല. അപ്പം ഇത് തീർന്നിട്ടില്ല. അപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് കാണണം. അവസാനം കുരിശുമരണത്തിലാണ് ചെന്ന് വിടുന്നത് ഇല്ലേ? ഞാനിത് ഈശോയുടെ രൂപമൊന്നും ഉണ്ടാവില്ല. എനിക്കറിയാവുന്ന പോലൊക്കെ, ഞാൻ പടം വരകാരിയൊന്നുമല്ല. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാൻ ഈശോയെ വരച്ചതാണിത്. അപ്പം നിങ്ങളിത് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരു യേശുവിൻ്റെ രൂപമാണിത്. എൻ്റെ ഉള്ളിലുള്ള, എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള, എനിക്ക് സങ്കടം വരുമ്പോഴും എനിക്ക് പ്രയാസം വരുമ്പോഴും എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന രൂപമാണിത്. ആ രൂപത്തിൽ എനിക്കറിയാവുന്ന സൃഷ്ടിയിൽ ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് കണ്ണുകളൊക്കെ അപ്പം ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പം നിങ്ങളിത് കാണുക. അപ്പം ഞാനിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ട് കുറ്റം ഉണ്ടാവും കേട്ടോ, കുറവുണ്ടാവും. അപ്പം നമ്മൾ എല്ലാവരും നല്ല കലാകാരന്മാരൊന്നുമല്ല. അപ്പം നിങ്ങൾ
ഇത് കാണുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, കാരണവന്മാരെ മക്കളെ നമ്മൾ ഒത്തിരി വഴക്ക് പറയാൻ, നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ സ്നേഹിക്കുക. അതുപോലെ മക്കളെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന കാരണവന്മാരെ സ്നേഹിക്കുക. നമുക്ക് മരണം വരെ അതേ ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ കാണുന്ന ഒന്നുമല്ല ജീവിതം. ഈ ജീവിതത്തിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അവസാനം നമ്മൾ ഈ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല, ഒന്നും നേടുന്നുമില്ല. ചിലരുടെ ധാരണയുണ്ട് നമ്മൾ ഏതാണ്ടൊക്കെ നേടും എന്നുള്ള ധാരണയിൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇല്ലേ. അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക, ദൈവത്തെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും പരസ്പര വിശ്വാസത്തോടും ധാരണയോടും കൂടി ജീവിക്കുക. എല്ലാ മക്കൾക്കും നല്ലത് വരട്ടെ ഇല്ലേ. അപ്പം പൈതലാ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയാ ഉന്നതരെ, ഞങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ആഹാ ആഹാ ലാലേലാ. ഞാൻ ആ പാട്ട് മൊത്തം എനിക്കറിയില്ല കേട്ടോ. ഞാൻ കുറച്ചൊക്കെ തെറ്റിച്ചാ പാടി. ആദ്യം ലാലേല എന്നാണ്, ആഹാ എന്നാണ് ഇതിനിടയ്ക്ക് പാടിയത്. അപ്പം നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഈശോ ഈ രീതിയിൽ ജനിച്ച് വീണ് വളർന്ന് സുന്ദരക്കുട്ടനായിട്ട് വളർന്ന് അവസാനം ആ കിരീടങ്ങൾ അണിയിച്ചു കൊണ്ട് ആണി അടിച്ച് കയറ്റി. ഇതിപ്പം ഞാനിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, 1 മിനിറ്റ് കൊണ്ട് ഞാൻ വരച്ചതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, 1000 സൂര്യനെ വെല്ലുന്ന ശോഭയിൽ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, 1000 സൂര്യനെ വെല്ലുന്ന ശോഭയും. ഓക്കെ. അപ്പം ഇച്ചിരി ഇവിടെ ഞാൻ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്, അത് നല്ലപോലെ നാക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പം എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. പ്രാർത്ഥനയോടെ എല്ലാവരുടെയും ഭവനത്തിലേക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. തെറ്റും കുറ്റവും ഉണ്ടാവും. ഓക്കെ. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ.